ഇപ്പോൾ വാഹന അപകടങ്ങളുടെ വാർത്ത വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ വല്ലാത്ത വേദനയാണ് എല്ലാവർക്കും തോന്നുന്നത്. പാലക്കാട് നിന്ന് അത്തരത്തിലൊരു വാർത്തയാണ് പുറത്തു വരുന്നത്. പാലക്കാട് മുണ്ടൂർ 9-ാം മൈലിൽ വിദ്യാർത്ഥികൾക്ക് നേരെ ലോറി പാഞ്ഞു കയറിയുണ്ടായ സംഭവം കുറച്ച് ദിവസങ്ങൾക്ക് മുൻപായിരുന്നു, ഏതാനും ദിവസങ്ങൾക്ക് മുൻപായിരുന്നു ഒരു മണൽ കയറ്റി വന്ന ലോറി രാവിലെ സ്കൂൾ ബസ്സിൽ കാത്തുനിന്ന കുട്ടികളുടെ പുറത്തേക്ക് മറിഞ്ഞതും അവിടെ ഒരുപാട് വിദ്യാർത്ഥികൾ മരിച്ചതും. അത്തരം വാർത്തകൾക്ക് പിന്നാലെ വീണ്ടും ഇത്തരത്തിൽ ഒരു വലിയ നിയന്ത്രണം വിട്ട് പാഞ്ഞു കയറിയ ലോറിയുടെ വാർത്ത പുറത്തു വരുന്നു. ഈ അപകടത്തിൽ ഒരു വിദ്യാർത്ഥിയാണ് മരിച്ചത്. 4 പേരുണ്ടായിരുന്നു. അതിൽ 3 പേർക്ക് ഗുരുതരമായ പരിക്കുകളും ഉണ്ട്. മുണ്ടൂർ യുവക്ഷേത്ര കോളേജിലെ 2-ാം വർഷ BCA വിദ്യാർത്ഥിയായ മുഹമ്മദ് ഫർഹാനാണ് മരിച്ചത്. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് പള്ളിയിൽ പോയി നിസ്കരിച്ചു മടങ്ങി വരുമ്പോഴായിരുന്നു വിദ്യാർത്ഥികൾക്ക് നേരെ ലോറി നിയന്ത്രണം വിട്ട് ഇടിച്ചു കയറിയത്. നല്ല കണ്ണടച്ചു പ്രാർത്ഥിച്ച് വളരെയധികം ശുദ്ധരായി ജീവിച്ചുകൊണ്ടിരുന്ന 4 വിദ്യാർത്ഥികൾക്ക് നേരെയായിരുന്നു ഈ ക്രൂര സംഭവം അരങ്ങേറിയത്. ദൈവത്തിനോട് തന്നതായിട്ടുള്ള രീതിയിലൊക്കെ അവർ പ്രാർത്ഥിച്ച് അവരുടെ നന്ദി അറിയിച്ച് അവരെല്ലാം ആഗ്രഹങ്ങളും പറഞ്ഞ് എല്ലാ പ്രാവശ്യവും നടത്തുന്നത് പോലെയുള്ള നിസ്കാരം കഴിഞ്ഞ് കോളേജിലേക്ക് മടങ്ങി വരുന്ന വിദ്യാർത്ഥികൾക്ക് നേരെയാണിത് സംഭവിച്ചത് എന്നതുകൂടി വളരെയധികം സങ്കടകരമായ ഒരു കാര്യമായി മാറുന്നു. കോഴിക്കോട് ഭാഗത്തു നിന്ന് പാലക്കാട്ടെ IMI പ്ലാന്റിലെ ആശുപത്രിയിൽ മാലിന്യവുമായി വരികയായിരുന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽ 4 വിദ്യാർത്ഥികൾക്കും പരിക്കേറ്റിട്ടുണ്ടായിരുന്നു. ഇതിൽ 2 പേരുടെ നില ഗുരുതരമായിരുന്നു. അതിലൊരു പയ്യനായിരുന്നു മരിച്ചത്. പരിക്കേറ്റവരെ പാലക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിലും മറ്റുള്ളവരെ പാലക്കാട്ടെ ജില്ലാ ആശുപത്രിയിലുമാണ് പ്രവേശിപ്പിച്ചത്. വിദ്യാർത്ഥികൾക്ക് പുറമെ ഒരു പ്രദേശവാസിക്കും അപകടത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. അപകട കാരണം ഇതുവരെ വ്യക്തമല്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എല്ലാവരും ഇപ്പോൾ അപകട കാരണത്തെക്കുറിച്ച് തന്നെയാണ് ചോദിക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്നത്. ഇപ്പോൾ 4 വിദ്യാർത്ഥികളുടെ ഇടയിൽ മരിച്ച അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ പുറത്തു വരികയാണ്. മുഹമ്മദ് ഫർഹാന്റെ ചിത്രങ്ങൾ പുറത്തു വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് ഇപ്പോൾ തീരാ നഷ്ടം തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. അവൻ ഒരുപാട് ആഗ്രഹവുമായിട്ടാണ് ആ കോളേജിൽ കയറിയത്. കോളേജിൽ പഠനത്തിലും മിടുക്കനായിരുന്നു. എല്ലാവരോടും വളരെ നല്ലയുള്ള പെരുമാറ്റമായിരുന്നു എന്ന് തന്നെ ടീച്ചർമാരെല്ലാം ഓർത്തെടുത്ത് പറയുകയും ചെയ്യുന്നു. ഓരോ തവണയും പ്രേക്ഷകർ അത് ഏറ്റെടുക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് പ്രേക്ഷകരെല്ലാവരും ഈ ഒരു വാർത്തയെപ്പറ്റി ഏറ്റെടുക്കുന്നത്. ഇത്തരത്തിൽ വിദ്യാർത്ഥികൾക്ക് നേരെ പാഞ്ഞു കയറുന്ന അപകടമുണ്ടാക്കുന്ന വാഹനങ്ങളുടെ വാർത്ത വർദ്ധിച്ചു വരുന്നൊരു സാഹചര്യം കുറച്ച് നാളുകളായി തന്നെ കാണുന്നുണ്ട്. അത്തരമൊരു സാഹചര്യം നിൽക്കുമ്പോൾ തന്നെയാണ് എല്ലാവരും ഏറ്റവും കൂടുതൽ പ്രേക്ഷകരുടെ ഭീതി മനസ്സിലാക്കുന്നത്. ഇത്തരത്തിൽ വിദ്യാർത്ഥികളെ നടുറോട്ടിലേക്ക് ഇറക്കി വിടാനോ അല്ലെങ്കിൽ വിദ്യാർത്ഥികളെ സ്കൂളിലേക്ക് കയറ്റി വിടാനോ ഒക്കെ ഭയമാണ് എന്നതാണ് അവർ കൂട്ടിച്ചേർക്കുന്ന ഒരു കാര്യം. ഓരോ തവണയും പ്രേക്ഷകർ വളരെയധികം കൃത്യമായി തന്നെ ഈ ഒരു വാർത്തയെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കുന്നു. ഇത്തരത്തിൽ ഒരുപാട് വാഹന അപകടങ്ങൾ തന്നെ ഇതിനെക്കുറിച്ചുമൊക്കെ വ്യക്തമാക്കുകയാണ് എന്നുകൂടി പറയുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഇപ്പോൾ ഈ ഒരു വാർത്ത കണ്ട് വെട്ടിത്തെറിച്ചിരിക്കുകയാണ്. വിദ്യാർത്ഥികൾക്ക് നേരെ പാഞ്ഞെടുക്കുക എന്നത് വളരെയധികം തന്നെ അശ്രദ്ധ മൂലമോ അല്ലെങ്കിൽ എന്ത് പ്രശ്നമാണ് എന്നുള്ളത് ഇപ്പോൾ കാരണം വ്യക്തമാക്കുന്നില്ല എന്നതുകൂടി വളരെയധികം വിഷമമായി മാറുന്നു.